ക്ഷമാപണവും കൂടിയുണ്ട്. എല്ലാവരും വന്നതിന് ശേഷമാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അച്ഛൻ്റെ തന്നെ ഒരു അനുസ്മരണ സമ്മേളനം പ്രസ് ക്ലബ്ബിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പോകേണ്ടി വന്നു. അപ്പം ജോയി വാഴക്കൽ സാർ ചീഫ് സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഇരുന്നു. അപ്പോഴും എൻ്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരുന്നു. ഇതെൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം. പിന്നെ ഇവിടെ വരുമ്പോഴാണ് അച്ഛൻ്റെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള അനുസ്മരണ സമ്മേളനങ്ങൾക്ക് പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ രവിചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ കവിതയെക്കുറിച്ചാണെങ്കിലും ഒരുപാട് നല്ല വാക്കുകൾക്ക് നന്ദി. സന്തോഷം. ഞാനങ്ങനെ എപ്പോഴും പറയുന്ന പോലെ കവിതയൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ചൊല്ലാനൊന്നും അറിയില്ല. എനിക്കറിയുന്ന രീതിയിൽ ചൊല്ലാം. മഹാപ്രസ്ഥാനം. ഇത്തിരി വിഷാദം കുടിച്ചിറക്കി, ഇത്തിരി വികാരം മനസ്സിൽ നിർത്തി, നഷ്ടബോധത്തെ പിടിച്ചു നിർത്തി, ചോദിച്ചിടട്ടെ സഖാവേ, ദൂരെ ഇമ വെട്ടിച്ചു നിന്ന പൊട്ടിച്ചൂട്ട് ചാരമായെന്നുറപ്പായോ? ദൂരെ ഇമ വെട്ടിച്ചു നിന്ന പൊട്ടിച്ചൂട്ട് ചാരമായെന്നുറപ്പായോ? വഴികാട്ടിയായി മിന്നി നിന്ന നക്ഷത്രം മിഴിപൂട്ടിയെന്നുറപ്പായോ? വഴികാട്ടിയായി മിന്നി നിന്ന നക്ഷത്രം മിഴിപൂട്ടിയെന്നുറപ്പായോ? അത്ര ഇളവേൽക്കാതെ കാതങ്ങൾ താണ്ടി നാം എത്തി വഴിയമ്പലത്തിൽ. കാലുകളെ വഴികൾ കുടുക്കിയതും എത്രയോ വീഥികൾ ഒരേ ബിന്ദുവിൽ ചേർന്നു പോകേണ്ട ദിക്കിനെ തെറ്റിച്ചു ചൂണ്ടിയതും ഒരു വേദപുസ്തകം നോക്കി നക്ഷത്ര ലക്ഷ്യം നോക്കി യാത്ര തുടർന്നതും ഇനി ഓർമ്മയിൽ കൂടി വീണ്ടെടുക്കാം. അതിൻ തെറ്റുകളെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു മുൻനിർത്തി ശരി കൊണ്ടു വിസ്തരിക്കാം. വീണ്ടും ഈ യാത്ര തുടരുന്നതിൻ മുൻപൊരു പാന്ഥകഥയെങ്കിലും പറയാം. ഇതു മിഥില പണ്ടിവിടെയൊരു യജ്ഞശാലയിൽ ഒരു വിൽമുറിഞ്ഞൊച്ച കേൾക്കേ. ഇതു മിഥില പണ്ടിവിടെയൊരു യജ്ഞശാലയിൽ ഒരു വിൽമുറിഞ്ഞൊച്ച കേൾക്കേ. ഇടിമുഴക്കത്താൽ നടുങ്ങിയവർ തൻ മക്കൾ അമൃതാശനത്തിനായി ജനിമൃതികൾ ഹോമിച്ചും ഇടിവെട്ടുമൊച്ചയെ താളമായി മാറ്റിയും മയിലിന്റെ പീലികൾ മൗലിയിൽ തിരുകിയും ചുരുളുകൾ നിവർത്തിയും സുരപദം തേടിയും ഗരുഡന്റെ കാൽനഖം വിഷദ്രംഷ്ടയാക്കിയും ഇന്നു വാലിന്മേൽ കിളർന്നു നിന്നാടുന്നു. ചോദിച്ചിടട്ടെ സഖാവേ, ഇനിയുമുണ്ടോ സ്വർഗവാടങ്ങൾ തേടുമീ തീർത്ഥയാത്ര? ഒരു നായയെ ചേർത്തു ശാഠ്യം പിടിക്കുമീ ദീർഘയാത്ര. പൊട്ടിക്കിളിർക്കുവാൻ ചുടുവയിൽ നീറി കുളിർമഴയ്ക്കായി കാത്തു വെറുതെ കിടക്കും ഒരു മുളം തണ്ടാണു കാലം. പിളരുന്ന നെഞ്ചിൽ തുടിക്കാത്ത നേരാണു കാലം. ഇരുളിൻ നിഴലായങ്ങൾ കണ്ടാൽ കുരയ്ക്കാത്ത നായാണു കാലം.
ഉള്ളുരുകി വീഴുമൊരൂമയാം പശുവാണു കാലം. നന്ദിനി പെണ്ണാകുമിവളെ ഉണർത്താൻ, ഇവൾ തൻ പ്രസാദത്തിലൂടെ കരിവാർന്ന ഭൂവേ അന്തർവഗ്നിയാക്കുവാൻ. എന്തിനു മോഹിച്ചിതെന്ന കുറ്റം ചാർത്തി മാനസത്തിൻ്റെ മരവിച്ച മിഴികളിൽ മാറി നിൽപ്പല്ലേ ദിലീപനും സിംഹവും. ചോദിച്ചിടട്ടെ സഖാവേ, ദൂരെ ഇമ വെട്ടിച്ചു നിന്ന പൊട്ടിച്ചൂട്ട് ചാരമായെന്നുറപ്പായോ? വഴികാട്ടിയായി മിന്നി നിന്ന നക്ഷത്രം മിഴിപൂട്ടിയെന്നുറപ്പായോ? അതിലന്ത്യമായി കത്തുമൊരു തരിക്കായി, അതിൽ അന്ത്യമായി കത്തുമൊരു തരിക്കായി വീണ്ടും ഊതി നോക്കുന്ന കാറ്റിൽ, അതിലന്ത്യമായി കത്തുമൊരു തരിക്കായി വീണ്ടും ഊതി നോക്കുന്ന കാറ്റിൽ കണ്ടെത്തലിൻ്റെ ഒരു നിശ്വാസമെങ്കിലും ഉണ്ടെന്നു തന്നെ കരുതാമോ? കണ്ടെത്തലിൻ്റെ ഒരു നിശ്വാസമെങ്കിലും ഉണ്ടെന്നു തന്നെ കരുതാമോ?